നമസ്കാരം. നമുക്ക് സ്ക്രൈബസ് സോഫ്റ്റ്വെയർ ഒന്ന് പരിചയപ്പെടാം. അതിൻ്റെ ഇൻ്റർഫേസ് ഒക്കെ ഒന്ന് അതിൻ്റെ ഒരു ആമുഖം എന്ന നിലയ്ക്ക് മാത്രമാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. IT സ്കൂള് GNU Linux 18.04 ആപ്ലിക്കേഷൻസ് ഗ്രാഫിക്സിലാണ് സ്ക്രൈബസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രൈബസ് ഉണ്ടാവുക. ഗ്രാഫിക്സിൽ താഴേക്ക് വരുമ്പം സ്ക്രൈബസ് NG ന്യൂ ജനറേഷൻ എന്നുള്ള ആ രീതിയിൽ നമുക്ക് ലഭിക്കും. അതൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രൈബസ് തുറന്നു വരും. അത് ഓപ്പൺ സോഴ്സ് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ വേർഷൻ 1.5.4 എന്ന് പറയുന്നു. 1.4.8 ആണ് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വേർഷൻ. പക്ഷേ 1.5.4ലും നമുക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടി, സ്ക്രൈബസിനെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി ഞാൻ പരിചയപ്പെട്ടത് ഈ 1.5.4 വെച്ചിട്ടാണ്. അപ്പോൾ ജനറൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തൊന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ രീതിയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത് ഈ വീഡിയോസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ സ്ക്രൈബസ് തുറന്നു വരുമ്പോൾ ഇങ്ങനൊരു വിൻഡോ നമുക്ക് ലഭിക്കും. ഇവിടെ രണ്ട് ടെക്സ്റ്റ് പ്രോപ്പർട്ടീസും അങ്ങനെയുള്ള സാധനങ്ങൾ കിടപ്പുണ്ട്. പക്ഷെ ഞാനത് ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടാണ് അങ്ങനെയുള്ള രണ്ട് കാര്യങ്ങൾ അവിടെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ വിൻഡോ മാത്രമായിരിക്കും ആദ്യം വരുന്നത്. ഓക്കെ, ഇനിയും ഇവിടെ ഡോക്യുമെന്റ് സെറ്റപ്സ് ആണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടതിനകത്ത്. സിംഗിൾ പേജ് ആണോ ഫേസിംഗ് പേജ് ആണോ, കുറേ ഓപ്ഷൻസ് നമുക്ക് കിട്ടും. ഇപ്പോൾ രണ്ട് ഓപ്ഷൻസ് ഇവിടെ കിട്ടുന്നുള്ളൂ. 3 ഫോൾഡ് പേപ്പർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. എന്നാലും നമുക്കിവിടെ സിംഗിൾ പേജ് എന്ന് പറഞ്ഞാൽ ഒരു പേജ് മാത്രമായിട്ട് കിട്ടും. ഫേസിംഗ് പേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പുസ്തകമൊക്കെ തുറന്നു നോക്കുമ്പോൾ രണ്ട് അപ്പുറം ഇപ്പുറം പേജ് ഉണ്ടല്ലോ, ആ രീതിയിലായിരിക്കും ഫേസിംഗ് പേജ് വരുന്നത്. നമുക്ക് ഏത് രീതിയിലുള്ളതാണോ വേണ്ടത് ആ രീതി നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ഇങ്ങോട്ട് വരുമ്പം സൈസാണ്. നമുക്ക് റൈറ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ലിബ്രിയോഫീസ് റൈറ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം പേപ്പറിൻ്റെ സൈസ്, നമ്മൾ പ്രിൻ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന പേപ്പറിൻ്റെ സൈസാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് ഏത് വേണമെന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഈ സൈസ് തന്നെ ഇവിടെ A4 3 ടൈപ്പ് ഇവിടെ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് ഒത്തിരി നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. സെലക്ട് ചെയ്യാൻ പറ്റുന്ന പേപ്പർ സൈസുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതൊക്കെ വഴി നമുക്ക് മനസ്സിലാക്കാം. ഈ കസ്റ്റം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് കസ്റ്റമായിട്ടുള്ള പേപ്പർ വിഡ്ത്തും ഹൈറ്റും കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനിയും പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും നമുക്കറിയാം. പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ നേരെ പേപ്പർ നേരെ ഇരിക്കുന്നതും, ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ ചരിഞ്ഞു വെച്ചിട്ട് അല്ലെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് അറേഞ്ച് ചെയ്യുന്നതാണ് പേപ്പറിനെ. അത് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഇവിടെ എല്ലാം യൂണിറ്റ്, ഡിഫോൾട്ടായിട്ട് വരുന്ന യൂണിറ്റ് മില്ലിമീറ്റർ ആണ്. നമുക്ക് സാധാരണ ലിബ്രിയോഫീസ് റൈറ്ററിലൊക്കെ ഇഞ്ചസിലാണ് നമ്മൾ അത് കണക്കാക്കുന്നത്, അല്ലെങ്കിൽ അത് അവിടെ ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് മാറ്റണമെങ്കിൽ ഈ മില്ലിമീറ്റർ ഡിഫോൾട്ട് യൂണിറ്റ് എന്നുള്ളത് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇഞ്ചസ് വേണം, ഇഞ്ചസ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ രീതിയിലായിരിക്കും നമ്മൾ ലിബ്രിയോഫീസ് റൈറ്ററിലൊക്കെ കാണുന്നത്. ഇഞ്ചസിലുള്ള യൂണിറ്റാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയാണ് കംഫർട്ടബിൾ, അത് ചെയ്യാം. അല്ലെ മില്ലിമീറ്റർ തന്നെ ആയാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്ത് കംഫർട്ടബിൾ ആയിക്കോളും. ഓക്കെ, ഇനിയും ഞാൻ തൽക്കാലം ഇത് ഇഞ്ചസിലോട്ട് മാറ്റും. ഇനിയും നമുക്ക് വേണ്ടത് മാർജിൻ. ഇവിടെ ആദ്യം തന്നെ മാർജിൻ എല്ലാം സെറ്റ് ചെയ്ത് ആണ് പോകുന്നത്. ലിബ്രിയോഫീസ് റൈറ്ററിൽ അത് ഡിഫോൾട്ടായിട്ടൊരു സെറ്റിങ്സ് ഉണ്ട്. നമ്മൾ മാർജിനൊക്കെ മാറ്റണമെങ്കിലാണ് നമ്മൾ ഫോർമാറ്റ് പേജിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ മാറ്റുന്നത്. ഇവിടെ ആദ്യം തന്നെ നമുക്കിതെല്ലാം ചെയ്യാവുന്നതാണ്. ഇവിടെ ഇൻസൈഡ്, ഔട്ട്സൈഡ്, ടോപ്പ്, ബോട്ടം, ഇൻസൈഡ് ഔട്ട്സൈഡ് വരുന്നത് ഈ ഫേസിംഗ് പേജ് സെലക്ട് ചെയ്തുകൊണ്ടാണ്. ഇവിടെ സിംഗിൾ പേജ് ആണെങ്കിൽ ലെഫ്റ്റും റൈറ്റും വരും. ഇൻസൈഡ് ഫേസിംഗ് പേജ് ആകുമ്പോൾ ഇൻസൈഡ് ഔട്ട്സൈഡ് രണ്ട് സൈഡ് ഉണ്ടല്ലോ, അപ്പോൾ ആ രീതിയിൽ ആണ് ഇവിടെ ഇഞ്ചസ് വരുന്നത്. അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഈ മാർജിനൊക്കെ മാറ്റി സെറ്റ് ചെയ്യാം. ബാക്കി ന്യൂഫം ടെംപ്ലേറ്റുകൾ, കുറേ ടെംപ്ലേറ്റുകൾ കിടപ്പുണ്ട്. ആ ടെംപ്ലേറ്റുകളിൽ നിന്നും നമുക്ക് ഇതൊക്കെ സെലക്ട് ചെയ്യാം. ആദ്യം നമ്മൾ ബ്ലാങ്കിൽ തന്നെ നമുക്ക് പോകാവുന്നതാണ്. ഓപ്പൺ എക്സിസ്റ്റിംഗ് ഡോക്യുമെന്റ്, നമ്മൾ നേരത്തെ സേവ് ചെയ്ത ഫയലുകളിൽ നിന്ന് SLA, ഇതിൽ സേവ് ചെയ്യുന്ന ഫയലിൻ്റെ എക്സ്റ്റൻഷൻ .SLA എന്നാണ്. അങ്ങനെയുള്ള ഫയൽസ് നമുക്ക് കിട്ടും. അവിടെ നിന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ റീസെൻ്റായിട്ട് നമ്മൾ യൂസ് ചെയ്ത അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഫയൽസിനെ നമുക്ക് ഇവിടെയും ലിസ്റ്റ് ചെയ്യും. അതിൽ നിന്ന് നമുക്ക് അതിനകത്ത് തുറക്കാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ ന്യൂ ഡോക്യുമെന്റ് തന്നെ തുറക്കുന്നു. ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേപ്പർ നമുക്ക് കിട്ടും. ഓക്കെ, ഇനിയും ഈ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസും
പ്രോപ്പർട്ടീസ് ഇവിടെ കാണില്ല. ആദ്യം ആയിട്ട് ഞാൻ സെലക്ട് ചെയ്തുകൊണ്ടാണ്, അല്ലെ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നുകൊണ്ടാണ് അങ്ങനെ ഒരു സംവിധാനം കണ്ടത്. ഇനിയും ഇതിലിപ്പം ഗൈഡ് ലൈൻസ് ഉണ്ട്, അതും നിങ്ങൾ തുറക്കുമ്പോൾ കാണാൻ ചാൻസ് ഇല്ല. ഞാനിവിടെ ഗ്രിഡ്സ് ആൻഡ് ഷോ ഗ്രിഡ് എന്നുള്ള ഓഫ് ചെയ്യാമെങ്കിൽ അതും ഓഫായി. അപ്പോൾ ഇങ്ങനെ പ്ലെയിൻ പേപ്പർ തന്നെ നമുക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വ്യൂ നമുക്കൊന്ന് മാറ്റണമെങ്കിൽ ആദ്യം ഞാൻ വ്യൂ ആണ് നോക്കുന്നത്. വ്യൂവിൽ 50% ആക്കുകയാണെങ്കിൽ പേപ്പർ കറക്റ്റായിട്ട് ഫിറ്റായിട്ട് ഇരിക്കുന്നതായിട്ട് കാണാം. അല്ലെ കൺട്രോൾ കീയും 0 കൂടെ പ്രസ് ചെയ്യുമ്പം നമുക്ക് സൂം ഔട്ട് ചെയ്യാം, ഫിറ്റ് ടു സ്ക്രീൻ ആവും. Control 1 പ്രസ് ചെയ്യുമ്പോൾ അത് സൂം ആവും. ഓക്കെ, 100%ലേക്ക് അത് മാറും. ഞാൻ Control 0 പ്രസ് ചെയ്യുമ്പോൾ അത് സെറ്റായി. ഇനിയും നമ്മുടെ ടൂൾ ബോക്സ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. റൈറ്ററുമായിട്ട് ബന്ധപ്പെടുത്തി പരിശോധിക്കുമ്പോൾ ഫയൽ അവിടെ ഉണ്ട്. ഫയലിനകത്ത് ന്യൂ, ഫ്രം ടെംപ്ലേറ്റ്, സേവ് ആസ്, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ഇവിടെ ഡോക്യുമെന്റ് സെറ്റപ്പും പ്രിഫറൻസും ഉണ്ട്. ഇപ്പം ഡോക്യുമെന്റ് സെറ്റപ്പ് നമുക്ക് ഒന്നെടുക്കാം. ഡോക്യുമെന്റ് സെറ്റപ്പ് നമ്മൾ ആദ്യം കണ്ടൊരു സാധനം തന്നെയാണ്, പക്ഷേ അത് കൂടുതലുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഡോക്യുമെന്റ് സെറ്റപ്പിനകത്ത് പേപ്പർ സൈസ് ഉണ്ട്. പേപ്പർ സൈസ് കൂടുതൽ ആഡ് ചെയ്യാം, അത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഡോക്യുമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്, അതിൻ്റെ സെറ്റപ്പുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ക്രമീകരണങ്ങളോ അല്ല മാറ്റങ്ങൾ വരുത്തണമെങ്കിലാണ് നമ്മൾ ഇത് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അത് ആവശ്യം വരുന്നതനുസരിച്ച് നമുക്ക് ഓരോന്നും മനസ്സിലാക്കാം. അടുത്തത് ഫയലിനകത്ത് പ്രിഫറൻസ് എന്ന് പറയുമ്പോൾ ജനറൽ ആയിട്ടുള്ള മാറ്റങ്ങളാണ് ഇതിനകത്ത് വരുത്താനുള്ളത്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് ജനറൽ ഡോക്യുമെന്റ് സെറ്റപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. പേപ്പർ സൈസ് ഉണ്ടല്ലേ, പേപ്പർ സൈസ് നമുക്ക് A4ഉം ലെറ്ററും മാത്രമുള്ളതായിരുന്നു. ഇഷ്ടംപോലെ പേപ്പർ സൈസുകളുണ്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള. അതിന് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടേക്ക് നമ്മളൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഫോർവേഡ് ബട്ടൺ പ്രസ് ചെയ്ത് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ സെലക്ട് ചെയ്യുന്നിടത്ത് ഈ ടൈപ്പ് പേപ്പർ സൈസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഇവിടെ കളർ മാനേജ്മെന്റ് ഉണ്ട്. അപ്പം അങ്ങനെ കുറേ സെറ്റിങ്സ് പ്രിഫറൻസിനകത്തുണ്ട്. അത് നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുന്നതനുസരിച്ച് ഇതിലേക്ക് വന്നിട്ട് നമുക്കത് മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇനിയും ഫയൽ എഡിറ്റ്, പ്രിഫറൻസ്, ഓക്കെ, പ്രിന്റ് പ്രിവ്യൂ ഒക്കെ നമ്മൾ അറിയാവുന്ന കാര്യങ്ങളാണ്. എഡിറ്റിനകത്ത് സാധാരണ കാണുന്ന കട്ട്, കോപ്പി, പേസ്റ്റ് എല്ലാം ഉണ്ട്. താഴെ വരുമ്പോൾ സ്റ്റൈൽസ് എന്നുണ്ട്. മറ്റേ നമ്മൾ ലിബ്രിയോഫീസ് റൈറ്ററിൽ സ്റ്റൈൽസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഫോർമാറ്റിലാണെന്ന് തോന്നുന്നു സ്റ്റൈൽസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ എഡിറ്റിനകത്താണ് സ്റ്റൈൽസ് ഉള്ളത്. കളർ ആൻഡ് ഫിൽസ് എന്നുണ്ട്. കളർ കൂടുതൽ ആഡ് ചെയ്യണമെങ്കിൽ കളർ ആൻഡ് ഫിൽസ് ഉപയോഗിച്ച് നമുക്ക് കൂടുതൽ കളറുകൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണം. സാധാരണ നമ്മൾ കളർ സെലക്ട് ചെയ്യുമ്പോൾ ഇത്രയുമായിരിക്കും ചിലപ്പം കിട്ടുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ നമുക്ക് വേറൊരു കളർ വേണം, ഇതിലില്ലാത്തൊരു കളർ വേണമെന്നുണ്ടെങ്കിൽ പുതിയത് ക്രിയേറ്റ് ചെയ്ത് ആഡ് ചെയ്യാനൊക്കെ എഡിറ്റിനകത്തെ കളർ ആൻഡ് ഫീൽഡ്സിൽ നിന്ന് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനിയും ഐറ്റം എന്നുള്ളത് ഡ്യൂപ്ലിക്കേറ്റ്, ട്രാൻസ്ഫോം, ഗ്രൂപ്പിംഗ് ഇതൊക്കെ ചെയ്ത് വരുമ്പോഴാണ് അതിനൊക്കെ ആവശ്യം വരുന്നത്. അനുസരിച്ച് നമുക്ക് ഓരോന്നും മനസ്സിലാക്കാം. അഡ്ജസ്റ്റ്, PDF ഓപ്ഷൻസ് ഒക്കെ പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങൾ അതൊക്കെ നമുക്ക് നോക്കാം. പിന്നെ ഇൻസേർട്ടിനകത്ത് നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ഫ്രെയിം, അതിൻ്റെ എല്ലാം ഷോർട്ട് കട്ട് ഇവിടെ കിടപ്പുണ്ട്. ഇൻസേർട്ടിൻ്റെ ടെക്സ്റ്റ് ഫ്രെയിം, ഇമേജ് ഫ്രെയിം, റെൻഡർ ഫ്രെയിം, ആർക്ക്, സ്പൈറൽ ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ലഭ്യമാണ്. ഇവിടെ എല്ലാം ആ ഷോർട്ട് കട്ട് ലഭ്യമാണ്. അതും നമ്മൾ വഴിയെ ഓരോന്നും മനസ്സിലാക്കും. അപ്പോൾ ഓരോന്നും ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ആവശ്യം വരുമ്പോൾ ഓരോന്നും നമുക്ക് മനസ്സിലാക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, അപ്പോൾ ഇനി ഇൻസേർട്ട് നമ്മൾ സാധാരണ ലിബ്രിയോഫീസ് റൈറ്ററിലൊക്കെ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് തീരുമ്പോൾ അടുത്ത പേജ് വന്നോളും. പക്ഷേ നമ്മൾ ലിബ്രിയോഫീസ് ഇംപ്രസിലൊക്കെ ചെയ്യുന്ന പോലെ ന്യൂ സ്ലൈഡ് എന്നുള്ള രീതിയിൽ ഇവിടെ ന്യൂ പേജ് നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ പേജ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് എത്ര പേജാണോ ആവശ്യം അതിനനുസരിച്ച് നമുക്ക് പേജ് ഇവിടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ താഴേക്ക് പേജ് ആഡ് ചെയ്ത് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം പേജ് ഇമ്പോർട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. വേണ്ടാത്ത പേജിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം, കോപ്പി ചെയ്യാം. മാസ്റ്റർ പേജ് അതൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് എല്ലാം ഇവിടെ ആവശ്യമുള്ളപ്പോൾ ഇതൊക്കെ ഓരോന്നും പരിചയപ്പെടുന്നതായിരിക്കും നല്ലത്. ഇവിടെ ഷോർട്ട് കട്ട് ഉണ്ട്, അതെല്ലാം
സേവ്, പ്രിൻ്റ്, ക്ലോസ് എന്നുള്ളതുണ്ട്, പ്രിൻ്റ്, ഓക്കെ, അൺഡു, റീഡു ഒക്കെ ഉണ്ട്. ഇവിടുന്ന് സെലക്ഷൻ ടൂൾ, ഇത് ടെക്സ്റ്റ് ഫ്രെയിം, ഒരു ഫ്രെയിം ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു ഫ്രെയിം ആഡ് ചെയ്യേണ്ടതുണ്ട്, അത് ടെക്സ്റ്റ് ഫ്രെയിം. ഇമേജ് ആഡ് ചെയ്യാനായിട്ട് ഇമേജ് ഫ്രെയിം, റെൻഡർ ഫ്രെയിം, ടേബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, ഷേപ്പ്, പലതരത്തിലുള്ള ഷേപ്പുകൾ നമുക്ക് ആഡ് ചെയ്യാം, പോളിഗൺ ആഡ് ചെയ്യാം, ആർക്ക്, സ്പൈരൽ, ഇതൊക്കെ നമ്മൾ കോറൽ ഡ്രോയിലും ഇങ്ക്സ്കേപ്പിലൊക്കെ ഉപയോഗിക്കുന്ന ടൂളുകളാണ് ഇതൊക്കെ. ബെസിയർ കെയർ എന്നൊക്കെയുള്ള ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ലിബ്രിയോഫീസ് റൈറ്ററിലോ അല്ലെങ്കിൽ MS വേർഡിലോ ഒക്കെ നമുക്ക് ലഭ്യമാകാത്ത ടൂൾസുകളാണ് DTP സോഫ്റ്റ്വെയറുകളായ ഈ സ്ക്രൈബസ് പോലെയുള്ള സോഫ്റ്റ്വെയറുകൾ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോ ടൂളും നമുക്ക് വഴിയെ അടുത്ത വീഡിയോസ് മുതൽ നമുക്ക് പരിചയപ്പെടാം. സ്ക്രൈബസിനെ ജനറലായിട്ടൊന്ന് പരിചയപ്പെടുക എന്ന് മാത്രമായിരുന്നു ഈ വീഡിയോയിലെ ലക്ഷ്യം. ബാക്കിയുള്ള ഇതിനകത്ത് എങ്ങനെ വർക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി വരുന്ന വീഡിയോയിൽ പരിചയപ്പെടാമെന്നായിരിക്കും. ഓക്കെ, താങ്ക് യു.